ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ സംസാരിച്ച് നിർത്തിയ സബ്ജക്റ്റ് തന്നെയാണ് OKR, ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ട്. ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ട്സ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് വന്നിട്ട് അതിന് സിസ്റ്റംസ് വേണം. സിസ്റ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് SOPs, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സോ അത് നമുക്ക് വന്നിട്ട് ഓരോ ഫങ്ഷനും ഓരോ SOP നമുക്ക് ഉണ്ടാക്കി വെക്കണം. അതനുസരിച്ച് മറ്റുള്ളവർക്കത് വർക്ക് ചെയ്യാൻ പറ്റും. ആരവിടെ ഇരുന്നാലും അത് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇപ്പോൾ ഒരാളില്ല, വേറൊരാൾ വന്നിരുന്നു SOP നോക്കിക്കഴിയുമ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടത്, 1 2 3 4 5 6 7 8 9 10 സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് നിങ്ങൾ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു 4ാമത്തെ സ്റ്റെപ്പിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. പോയിട്ട് കുറച്ച് റിഫ്രഷ് ചെയ്ത് തിരിച്ച് വരാം. വന്നിട്ട് വീണ്ടും ആ സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ആസ് പെർ ദ SOP നിങ്ങളുടെ പ്രോഗ്രാം മുന്നോട്ട് പോകും. അങ്ങനെയാണ് നിങ്ങൾ യു വിൽ ബി അച്ചീവിങ് യുവർ കീ റിസൾട്ട്. സോ ഇതെല്ലാം നമ്മൾ പറഞ്ഞ് എങ്കിലും ഇതെല്ലാമാണ് ബിസിനസ്സിൻ്റെ തന്ത്രങ്ങൾ. ഇതിലെല്ലാം ഉപരി നമ്മൾ അറിയേണ്ടത് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ്, ഇതെല്ലാം നമ്മൾ കണ്ടുവന്നിരിക്കുകയാണ്. സോ നമുക്ക് ഇനി ചെയ്യാനും വളരെ വളരെ അർജൻറ്റായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ട്രീ പ്ലാന്റിങ്, ഇതെല്ലാം നമ്മൾ ദ്രുതഗതിയിൽ ചെയ്തിരിക്കണം. ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനും ഉപരിയായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എത്ര പെട്ടെന്ന് മരങ്ങൾ വെച്ചിപ്പിക്കുക, അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും, എങ്ങനെ പവർ റെഡ്യൂസ് ചെയ്യാൻ കഴിയും, എങ്ങനെ വന്നിട്ട് പേപ്പർ കട്ടിങ് ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ്വെയറായിട്ട് മാറ്റാൻ പറ്റും. ഈ രീതിയിലുള്ള ഒരു ചിന്തയ്ക്ക് നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങണം. അതാണ് ഒരു ബിസിനസ്സിന് ഇനി ഏറ്റവും വേണ്ടത്. സോ ESG എന്ന് പറയും, എൻവയറമെൻ്റൽ സോഷ്യൽ ഗവേണൻസ് പറയും. സോ അത് രീതിയിൽ എൻവയറമെൻ്റൽ കണ്ടീഷൻസ് അതിനെ യോജിച്ചതായി നമ്മുടെ ബിസിനസ്സിനെ മാറ്റിയെടുക്കാനാണ് നമ്മളിനി ശ്രമിക്കേണ്ടത്. OKR ആണെങ്കിലും ശരി, എല്ലാം തന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ്. അതിൻ്റേതായ രീതിയിൽ അത് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും നമ്മൾക്ക് കൂടുതൽ വന്ന് നമ്മുടെ ഭൂമി, നമ്മുടെ മദർ എർത്തിനെ ഇനിയെങ്കിലും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. സോ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തണം. പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത സാധനം തന്നെ വാങ്ങിക്കണം എന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് അതിനകത്തുള്ള സാധനമാണ്. സോ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വെക്കണമെന്നില്ലാതെ നല്ല രീതിയിൽ അത് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സിറസോ പൾസസോ എല്ലാം വാങ്ങിക്കാൻ പറ്റും. സോ നമുക്ക് പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് പൗച്ചസ് എല്ലാം നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്കുള്ള പച്ചക്കറികളും കാര്യങ്ങളെല്ലാം നമ്മുടെ റൂഫ് ടോപ്പിൽ ഗാർഡൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ അത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതും നല്ലതാണ്. സോ നമുക്കിനി കാണേണ്ട എല്ലാവിടെയും ഗ്രീനറിയാണ് കാണേണ്ടത്. കുറേ ഗ്രീനറി നമ്മൾ നശിപ്പിച്ചു. ഇനി നമുക്ക് കാണേണ്ടതും വെച്ച് പിടിപ്പിക്കേണ്ടതും എല്ലാം ഗ്രീനറിയാണ്. സോ ഇതിന് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്ന വീഡിയോ പ്രോഗ്രാം. ബിസിനസ്സിനെക്കുറിച്ച് കൂടുതൽ ഇനി അധികം പറയുന്നില്ല. കാരണം നിറയെ വീഡിയോസ് ഇപ്പോൾ ബിസിനസ്സിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിറയെ ട്രെയിനേഴ്സ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സോ അത്രയും പ്രഗത്ഭരായ ട്രെയിനേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരതിൻ്റേതായ രീതിയിൽ അത് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. സോ ഞാൻ തിരിച്ചും അതേ ലൈനിലേക്ക് മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ വീഡിയോ മൊത്തം ഞാൻ ഇനി കൊണ്ടുപോകുന്നത് ഗ്രീനറി, എക്കോ ഫ്രണ്ട്ലി, ലവ് മദർ എർത്ത്, എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരിക, എങ്ങനെ ഭൂമിയെ സ്നേഹിക്കുക, ഈ രീതിയിലുള്ള വീഡിയോസാണ് നമ്മളിനി കൊണ്ടുവരാൻ പോകുന്നതും. ഇതുതന്നെയാണ് നമ്മുടെ പ്രവർത്തന മേഖല. ട്രീ പ്ലാന്റിങ് ഇസ് മൈ മിഷൻ. ട്രീ പ്ലാന്റിങ് എൻ്റെ മിഷൻ മാത്രമല്ല, ഞാൻ അതിനുവേണ്ടിയുള്ള എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മളും എൻഗേജ് ചെയ്യുക പ്ലാന്റിങ്ങിൽ. ആരെല്ലാം ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം. കാരണം അൾട്ടിമേറ്റ്ലി ഭൂലോകത്ത് എവിടെ മരം വെച്ചാലും നമ്മൾ വി ആർ സേവിങ് ഫ്രം ദ
കാർബൺ ഫുട് പ്രിൻ്റ് അല്ലെങ്കിൽ കാർബൺസിൽ നിന്നും നമ്മളത് മാറണമെങ്കിൽ തീർച്ചയായും ട്രീ പ്ലാന്റേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഗ്രീൻ മിഷൻ, അത് തന്നെ നമ്മുടെ ഗ്രീൻ വിഷൻ. ഇനിയുള്ള വീഡിയോസ് ഈ രീതിയിലുള്ള ഗ്രീൻ സംബന്ധിച്ച ബിസിനസ്സുകൾ, ഏതെല്ലാം തരം ഗ്രീൻ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. റീസൈക്ലിംഗ് ഒരു ബിസിനസ്സാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സൈക്കിൾ ഷോപ്പ്, സൈക്കിൾ റിപ്പയർ, സൈക്കിൾ ഹയർ, ഇതെല്ലാം, പിന്നെ സെക്കൻഡ് ഹാൻഡ് ഗുഡ് സെയിൽസ്. എല്ലാവരും നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും എല്ലാം ഉണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ പുതിയ പ്രോഡക്ട്സ്, ഇ കോമേഴ്സ് എടുത്താലും പുതിയ പ്രോഡക്ട്സാണ് ലഭിക്കുന്നത്. എന്നാൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിനും വളരെ നല്ല മാർക്കറ്റ് ഉണ്ട്. അത് നമ്മളെല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇന്ന് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഫാഷൻസ് പോലും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്നാണ് അവർ തുണിത്തരങ്ങൾ വാങ്ങുന്നത്. ആ രീതിയിൽ അവർ ഒരു കൾച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു തുണിത്തരം നമ്മൾ ആ രീതിയിൽ വാങ്ങിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ റിലേറ്റീവ്സിനെ തരുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ തരുന്ന ഒരു സാധനം നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന നേരത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ അതിനോട് ഞാനും യോജിക്കുന്നില്ല. പക്ഷേ മറ്റുള്ള രീതിയിലുള്ള സെക്കൻഡ് ഹാൻഡ് ഗുഡ്സുകൾ പലതുമുണ്ട്. അത് നമുക്ക് വാങ്ങിച്ച് പ്രയോജനപ്പെടുത്താം. ഇത്തരം സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകൾ നിറയെ നമുക്ക് സംഘടിപ്പിക്കണം. അതിനുള്ള വഴികൾ എന്താണ്, അത് എങ്ങനെ ചെയ്യാം, അതെല്ലാം അതിനുള്ള ഐഡിയാസും കാര്യങ്ങളുമാണ് ഞാനിനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സോ ഏവർക്കും എൻ്റെ നന്ദി.